സ്മാർട്ട് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട KDE കണക്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, KDE കണക്റ്റിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റിമോട്ട് ഇൻപുട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ റിമോട്ട് ഇൻപുട്ട് എന്തിന് ഉപയോഗിക്കുന്നു? ഇതാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റിമോട്ട് ഇൻപുട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനെ ഒരു റിമോട്ട് പോലെ ദൂരെ നിന്നുകൊണ്ട് നമ്മുടെ ലാപ്ടോപ്പിനെ നിയന്ത്രിക്കുന്ന ഒരു ഡിവൈസ് ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി KDE കണക്ട് നമ്മളെ എങ്ങനെ സഹായിക്കുന്നുവെന്ന് നോക്കാം. അതിനായി ആദ്യം ചെയ്യേണ്ടത്, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈഫൈ ഹോട്ട്സ്പോട്ട് കണക്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലാപ്ടോപ്പുമായി കണക്ഷൻ സ്ഥാപിക്കുക. തുടർന്ന് KDE കണക്റ്റിൽ പെയറിംഗ് റിക്വസ്റ്റ് കൊടുത്ത് നിങ്ങളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും തമ്മിൽ പെയർ ചെയ്യുകയും ചെയ്യുക. ഇതെങ്ങനെ ചെയ്യണമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിശദമാക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായി ആ എപ്പിസോഡ് ചാനലിൽ നിന്നും കാണുക. വിശദമായി അവിടെ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന KDE കണക്റ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ റിമോട്ട് ഇൻപുട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി കാര്യം വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ കൈ ഓടിച്ചു നോക്കൂ. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ മൗസ് കഴ്സർ ചലിക്കുന്നതായി നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അതായത് ലാപ്ടോപ്പിന്റെ ടച്ച് പാഡിന് പകരമായി ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ വർക്ക് ചെയ്യുന്നു. കണ്ടില്ലേ? ഇപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ ടച്ച് പാഡിന്റെ സ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണുകളാണ്. ദൂരെ നിന്നുകൊണ്ട് ഒരു മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ കൈ ഓടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ് റിമോട്ട് ഇൻപുട്ടിന്റെ ഒരു പ്രത്യേകത. ഇനി റിമോട്ട് ഇൻപുട്ട് നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഓപ്ഷൻ, നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി നമ്മുടെ ലാപ്ടോപ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു സൗകര്യം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഉദാഹരണം, എൻ്റെ ലാപ്ടോപ്പിൽ ലിബ്രെ ഓഫീസ് റൈറ്റർ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനിയാണ് അത്ഭുതം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ച കാര്യങ്ങൾ അഥവാ നിങ്ങളുടെ വാട്സാപ്പിൽ കൂടി നിങ്ങൾക്ക് ലഭിച്ച ഒരു മെസ്സേജ്, ഒരു ടെക്സ്റ്റ്, നിങ്ങൾ അതിൽ പ്രസ് ചെയ്ത് പിടിച്ച് കോപ്പി ബട്ടൺ സെലക്ട് ചെയ്യുക. ഇങ്ങനെ കോപ്പി ചെയ്യുന്ന ഒരു ഫയലിനെ നിങ്ങൾ ലാപ്ടോപ്പിലേക്ക് നോക്കൂ. ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ വെറുതെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പേസ്റ്റ് ഓപ്ഷൻ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാം. ഇനി പേസ്റ്റ് ചെയ്ത് നോക്കൂ. മൊബൈൽ ഫോണിൽ ഇപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്ത ടെക്സ്റ്റ് അതേപടി നിങ്ങളുടെ ലാപ്ടോപ്പിൽ പേസ്റ്റ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി മറ്റൊരു കാര്യം, KDE കണക്റ്റിന്റെ റിമോട്ട് ഇൻപുട്ട് വിൻഡോയിൽ മുകളിൽ വലതുവശത്തായി ഒരു കീബോർഡ് നിങ്ങൾക്ക് കാണാം. ഈ കീബോർഡ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക. ഇവിടെ കീബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കൂ. നിങ്ങൾ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി ലാപ്ടോപ്പിൽ ടൈപ്പ് ആവുന്നത് നിങ്ങൾ കാണുന്നുണ്ടാകും. റിമോട്ട് കീബോർഡ് ഇൻപുട്ടായിട്ടും നമ്മുടെ ഇതിനെ ഉപയോഗിക്കാം. പെട്ടെന്ന് നമ്മുടെ ലാപ്ടോപ്പിലെ കീബോർഡ് തകരാറിലായി എന്ന് കരുതുക. KDE കണക്റ്റ് വഴി ബന്ധിപ്പിച്ചതിന് ശേഷം നമ്മുടെ മൊബൈൽ ഫോണിലെ കീപാഡിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ ആ കാര്യങ്ങൾ അതേപടി നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ തത്സമയം അവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. പ്രിയമുള്ളവരെ, KDE കണക്റ്റിന്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. സെക്കൻഡ് പാർട്ടിൽ റിമോട്ട് ഇൻപുട്ടായിട്ട് KDE കണക്റ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഞാൻ അവതരിപ്പിച്ചത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിൻ്റെ മൂന്നാം പാർട്ടിനായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും